നമസ്തേ. ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് സാധാരണ മധ്യവയസ്കിന് മുകളിലുള്ള 50 വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ള ആളുകളുണ്ട്. അവരിൽ പലരും എന്നോട് ചോദിച്ചു അവർക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള കുറച്ച് സ്ട്രെച്ചുകൾ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സസൈസിൻ്റെ ഒരു ബേസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാവുന്ന കുറച്ച് യോഗ കാണിച്ചു തരണം. യോഗ എന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിൾ സ്ട്രെച്ചസ് ആണ്, സബ്സ്റ്റൽ എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് വളരെ അവർക്ക് ജോയിന്റ് പെയിൻ ആണ്, ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ, അതുപോലെ തന്നെ നടുവേദന, പല പല റീസൺസ് ആണ് അവർ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പെയിൻ നമ്മുടെ ശരീരത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ എനർജി, നമ്മുടെ പ്രാണയുടെ ഫ്ലോ കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായി ചെയ്യാവുന്ന, വെറും 10-15 മിനിറ്റ് കൊണ്ട് അങ്ങനെ ചെയ്ത് തീർക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചസുകൾ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായി നമുക്ക് തല തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നെക്ക് തൊടണം. നമുക്ക് വെറുതെ ഇരുന്നാൽ മതി. നമുക്ക് കട്ടിലിൽ തന്നെ വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ യോഗ മാറ്റിലിരിക്കാം. ഇതിനു വേണ്ടി ഒരു പ്രത്യേകമായ ഒരു എയർ പാസിംഗ് ഒക്കെ ഉള്ള സ്ഥലത്തിരുന്നാൽ പ്രത്യേകിച്ച് വളരെ നല്ലതാണ്. അപ്പോൾ വെറുതെ നമ്മൾ നെക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നമുക്ക് ചെയ്യാം. ശ്വാസം എടുക്കുന്ന മുകളിലേക്ക് അപ്പ് ചെയ്യാം. ഇൻഹേൽ, then exhale, ഇൻഹേൽ, then exhale. ശ്വാസം എടുത്ത് മുകളിലേക്ക് നെക്ക് ഉയർത്താം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സാവകാശം മൂവ് ചെയ്യാം. ഇങ്ങനെ ഒരു 10 ടൈംസ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഇയർ ടു ഷോൾഡർ ആണ്. എക്സൈൽ ചെയ്തൊന്ന് സൈഡിലേക്ക് പോവാം. ഇൻഹേൽ ചെയ്ത് ഉയർന്നു വരാം. എക്സൈൽ, ഇൻഹേൽ. നമ്മുടെ ഒരു സൈഡിലേക്ക് ശ്വാസം കളഞ്ഞുകൊണ്ട് പോവാം. മറ്റേ പോസ്റ്ററിൽ മാക്സിമം വന്ന ശേഷം ജസ്റ്റ് ഒന്ന് ഒരു ഡിജിറ്റൽ ഹോൾഡിങ്സ് ചെയ്ത ശേഷം ഉയർന്നു വരാം. അപ്പോൾ ഈ സൈഡിലേക്ക് ഇതൊരു 10 ടൈംസ് നമുക്ക് ചെയ്യാം. അതിന് നമുക്ക് അതുപോലെ തന്നെ ചിൻ ടു ഷോൾഡർ ആണ് അടുത്തത്. നമുക്ക് ചിൻ സൈഡ് ഷോൾഡറിലേക്ക് ഇത് മൂവ് ചെയ്യാം. ശരീരം മൂവ് ചെയ്ത് നെക്ക് മാത്രം മൂവ് ചെയ്യാം. സ്ട്രൈറ്റ് വരാം. എന്നിട്ട് വീണ്ടും അടുത്ത സൈഡിലേക്ക് എക്സൈൽ ചെയ്തിട്ട് പോകാം. ഇൻഹേൽ ചെയ്തിട്ട് നേരെ വരാം. ഇവിടെ എക്സൈൽ, ഇൻഹേൽ. ഇതൊരു 10 ടൈംസ് ചെയ്യാം. ഇങ്ങനെ ഒരു 3 എക്സസൈസ് നമ്മൾ നെക്കിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന പല ഗുണങ്ങളാണ്. ഒന്നത് ഈ നെക്കിൻ്റെ അവിടെയൊക്കെ പെയിൻ ഉള്ളവർ, അത് സ്പോണ്ടിലോസിസിൻ്റെ പ്രശ്നമുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ തലകറക്കമൊക്കെ ഉണ്ടാകും ചിലർക്ക്, തലകറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക്, ഫ്ലൂയിഡ് ബാലൻസിങ് പ്രോബ്ലം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് മൂലം നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളവർക്കും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡറിലേക്ക് വരാം. ഷോൾഡറുകൾ ജസ്റ്റ് ഇങ്ങനെ കറക്കാം. ഇൻഹേൽ ചെയ്ത് മുകളിലേക്ക് വരാം. then exhale ചെയ്ത് താഴെ. ഇൻഹേൽ, then exhale, ഇൻഹേൽ, എക്സേൽ. അതന്നെ തിരിച്ച് ചെയ്യാം റിവേഴ്സ് ആയിട്ട്. ഇൻഹേൽ, എക്സേൽ. മുകളിലേക്ക് പോകുമ്പോൾ ഇൻഹേൽ ചെയ്യാം, താഴേക്ക് എക്സേൽ ചെയ്യാം. ഇതൊരു 10 ടൈംസ് നമുക്ക് ചെയ്യാം. ഇത് ഞങ്ങൾക്ക് ഷോൾഡറിൻ്റെ ഒരു എക്സസൈസ് ചെയ്യാം. ഷോൾഡറിൻ്റെ റൊട്ടേഷൻ നമ്മൾ ചെയ്തു. അതുപോലെ ഷോൾഡർ ലോക്ക് ചെയ്യാം. നമുക്കിങ്ങനെ ഇത് കൈകൾ ഇങ്ങനെ 2 സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യും. 1 2 3 4 5. 5 സെക്കൻഡ്സ് ലോക്ക് ചെയ്ത് പിടിച്ച ശേഷം റിലീസ്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 1 2 3 4 5. റിലീസ് ചെയ്യാം. ഇനി ഷോൾഡർ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഫ്രണ്ടിലേക്ക് എക്സേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്യാം. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. തിരിച്ച് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇതൊക്കെ ഒരു 10 ടൈംസ് വെച്ച് നമുക്ക് ചെയ്യാം. 10 ടൈംസ്. അപ്പോൾ ഷോൾഡർ നമുക്കത് മതി. അപ്പോൾ ഷോൾഡറിൻ്റെ പെയിനൊക്കെ ഉള്ളവരുണ്ട്, ഷോൾഡർ പെയിൻ, ഫ്രോസൺ ഷോൾഡർ, ഇതൊക്കെ വളരെ നല്ലതാണ്. ഈ പ്രായത്തിലൊക്കെ പ്രാണയുടെ ഫ്ലോ കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് അവിടെയൊക്കെ ഒരു പെയിൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ നല്ല അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ പെയിനൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എൽബോ സൈഡിലേക്ക് പോകാം. കൈകൾ വെറുതെ ത്രോ ചെയ്യാം. 1 2 3 4 5. ഈ ടെന്നീസ് എൽബോ ഒക്കെ ഉള്ളതിനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. 1 2 3 4 5. ഈ സൈഡ് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം. 1 2 3 4 5. ഇതൊരു 5 ടൈംസ് ചെയ്യാം. അത് തിരിച്ച് ചെയ്യാം. സ്ട്രെച്ച് 1 2 3 4 5. ഇപ്പുറത്തെ സൈഡ് ചെയ്യാം. സ്ട്രെച്ച് 1 2 3 4 5.
അത് കഴിഞ്ഞ് കൈകൾ സ്ട്രൈറ്റ് വന്നിട്ട് റിസ്റ്റ് ഇങ്ങനെ കറക്കാം. 1 2 3 4 5 തിരിച്ച് 1 2 3 4 5. ഈ കൈകൾ ഇങ്ങനെ നേരെ ഉള്ളത് പ്രസ് ചെയ്ത് തുടങ്ങുക. 1 2 3 4 5 റിലീസ്. വീണ്ടും പ്രസ് ചെയ്യുക. 1 2 3 4 5 റിലീസ്. വീണ്ടും പ്രസ് 1 2 3 4 5 റിലീസ്. ഇതൊക്കെ 10 ടൈംസ് വെച്ച് നമുക്ക് ചെയ്യാം. ഈ കൈകൾ നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മിഡിൽ പോയിന്റ്, നമ്മുടെ ഈ പോയിന്റിൽ ഇങ്ങനെ ഹിറ്റ് ചെയ്യാം. ഇതൊക്കെ ഡയബറ്റിക് പോയിന്റ് ആണിത്. അപ്പോൾ അവിടെ ഹിറ്റിംഗ് കിട്ടുമ്പോൾ അങ്ങനെ ഒരു ഗുണവും നമുക്ക് കിട്ടുന്നു. ഡയബറ്റിക്കാർക്ക് വളരെ നല്ലതാണ്. 1 2 3 4 5 റിലീസ് ചെയ്യാം. വീണ്ടും 1 2 3 4 5 റിലീസ്. 1 2 3 4 5 റിലീസ്. ഈ കൈ ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഷവൾ ചെയ്യും. 1 2 3 4 5 തിരിച്ച് 1 2 3 4 5. ഇത്രയും പോയിന്റ് നമ്മൾ സബ്സിലൊക്കെ ചെയ്തു. ഇപ്പോൾ നമുക്ക് ശരീരത്തിനൊക്കെ സുഖം കിട്ടും. ജോയിൻസിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു സുഖം നമുക്ക് അനുഭവപ്പെടും. പിന്നെ കൈകൾ നേരെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണം. 1 2 എക്സേൽ ചെയ്യാം. ഇൻഹേൽ ചെയ്ത് വരാം. എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ. അങ്ങനെ ഒരു 10 ടൈംസ് ചെയ്ത ശേഷം നമുക്ക് കൈകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. അതായത് നീല് പിടിച്ചിട്ട് അത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. 1 2 3 4 5. അതുപോലെ വലത് കൈ ഇടത് നീല് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. 1 2 3 4 5. അതുപോലെ തന്നെ അതൊരു 5 ടൈംസ് ചെയ്യാം. അതുപോലെ ഷോൾഡറിൽ പിടിക്കാം. ഇനി ബട്ടക് സൈഡിൽ പിടിക്കാം. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഷോൾഡറിൻ്റെ അവിടെ പിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ബട്ടക്സിൻ്റെ സൈഡിലായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. 1 2 3 4 5. അതുപോലെ തിരിച്ച് 1 2 3 4 5. ഇങ്ങനെയൊക്കെ ഒരു 10 ടൈംസ് നമുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രങ്ക് പോർഷനൊക്കെ റിസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാലുകൾ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. കൈകൾ കോർത്തുകൊണ്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ ചെയ്യാം. അതിങ്ങനെ ഷെയ്ക്ക് ചെയ്യാം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട്. അതിന് കൈ കൊണ്ട് ഫ്രണ്ടിലേക്ക് ഒന്നിങ്ങനെ മൂവ് ചെയ്യാം വെറുതെ. 1 2 3 4 5. എഴുന്നേറ്റ്. അതിനുശേഷം കാലുകൾ നീട്ടിയിരിക്കുക. അങ്ങനെ കാലുകൾ നീട്ടിയിരുന്നിട്ട് അല്പം അകത്തി വെക്കാം. ചെറുതായിട്ട് പറ്റുന്ന പോലെ ഒന്ന് അകത്തി വെച്ചിട്ട് സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്യാം. 1 2 3 4 5. ഇങ്ങനെ ഒരു മൂവ്മെന്റ്. അത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാം. 1 2 3 4 5. ഇങ്ങനെയൊക്കെ ഒരു 3-4 റൗണ്ട് നമുക്ക് ചെയ്യാം. ഇതിനുശേഷം കാലുകൾ അടുപ്പിച്ച് നോക്കാം. നമ്മുടെ നീ പോർഷൻ ലോക്ക് ചെയ്യാം. കൈകൾ ബട്ടക് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നീ താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക. ലോക്ക് ചെയ്ത് താഴേക്ക് സ്ട്രെച്ച് ചെയ്യാൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. 1 2 3 4 5. റിലീസ് ചെയ്യുക. വീണ്ടും സ്ട്രെച്ച് 1 2 3 4 5. റിലീസ്. ഇങ്ങനെ ഒരു 5 ടൈംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നീ പെയിനൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ കൈസയിലെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആകാൻ നല്ലതാണ്. അപ്പോൾ സാധാരണ നീ പെയിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഈ പ്രായത്തിൽ, അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് കാലുകൾ ഫ്രണ്ടിലേക്ക് തന്നെ പമ്പ് ചെയ്യാം. 1 2 3 4 5 6. ഇതോ 10 ടൈംസ് ചെയ്യാം. അതിന് കാലുകൾ റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം 10 ടൈംസ്. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ടോസുകൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കാം. 1 2 3 4 5 റിലീസ്. 1 2 3 4 5 റിലീസ്. 1 2 3 4 5 റിലീസ്. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മുടെ ഓവറോൾ ബോഡി മൊത്തം നമ്മൾ സബ്സ്റ്റൽ എക്സസൈസ് ചെയ്തു. ഇരുന്നുകൊണ്ട് ചെയ്തു. ഇത് കട്ടിലിരുന്ന് ചെയ്യാം. അപ്പോൾ വളരെ വലിയ സ്ട്രെയിൻ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ബോഡി പെയിൻ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഇങ്ങനെയുള്ള സ്പോണ്ടിലൈറ്റിസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ടെന്നീസ് എൽബോ, നീ പെയിൻ, അതുപോലെ അങ്ങനെയുള്ള പല ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് വലിയ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു കാല് മടക്കി തന്നെ ഇതുപോലെ ഇരിക്കും. ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രാണായാമം നമുക്ക് ചെയ്യാം. ഏറ്റവും നല്ലത് പറഞ്ഞിരിക്കാം. എന്നിട്ട് കുറച്ച് നേരം അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറയും. നമ്മുടെ മിഡിൽ ഫിംഗർ ഇൻഡെക്സ് ഫിംഗർ മടക്കുക.
ഒരു തമ്പോണ്ട് റൈറ്റ് നോസിൽ അടച്ചുകൊണ്ട് ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കാം. ഫുൾ നിറഞ്ഞാൽ ലെഫ്റ്റ് ക്ലോസ് ചെയ്തിട്ട് റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയാം. റൈറ്റിലൂടെ ശ്വാസം എടുക്കാം, ക്ലോസ് ചെയ്യാം, ലെഫ്റ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയാം. ഇങ്ങനെ ചെയ്യാം. അതിപ്പോൾ നമ്മൾ നേരെ ഇരിക്കാം. ഒരു കൈ ചിന്മുദ്രയിൽ വെക്കാം, കൈകൾ ഇങ്ങനെ വെച്ച് മടക്കി വെക്കാം. മറ്റേ കൈയുടെ മിഡിൽ ഫിംഗർ ഇൻഡെക്സ് ഫിംഗർ മടക്കി നമ്മൾ റൈറ്റ് നോസ് ക്ലോസ് ചെയ്യുന്നു, ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കുന്നു, വളരെ സ്ലോലി എടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, അതുവരെ വളരെ സ്ലോലി എക്സേൽ ചെയ്യുന്നു. പിന്നെ റൈറ്റ് കൂടി തന്നെ ഇൻഹേൽ ചെയ്യുന്നു, ക്ലോസ്, ലെഫ്റ്റിലൂടെ പുറത്തു കളയും. ഇത് അനുലോമ വിലോമ പ്രാണായാമം. അപ്പോൾ ചെറുതായിട്ടുള്ള ടെൻഷൻ പോകാനായിട്ടും നമുക്ക് പോസിറ്റീവ്നെസ് നിറയുന്നതിനും അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് ശാന്തത വരുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒരു 50+ നമുക്ക് ഉണ്ടാവുന്നത്. വളരെ ഈ പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ്. ഈ സബ്സിൽ വളരെ സിമ്പിളായിട്ടുള്ള ഈ സബ്സിൽ ചെയ്യുക. അതിനുശേഷം ഈ ഒരു പ്രാണായാമം ചെയ്തിട്ട് നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ശവാസനത്തിൽ കിടന്നിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ശവാസനത്തിൽ കിടക്കാൻ വെറുതെ ബാക്കിലേക്ക് കിടക്കുക. ശരീരഭാഗങ്ങളെല്ലാം തളർത്തി, ജോയിൻസുകളെല്ലാം തളർത്തി ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുക. 2-3 മിനിറ്റ് ഇങ്ങനെ കിടന്ന ശേഷം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് എഴുന്നേറ്റ് വരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഞാൻ കാണിച്ചത്. 50 വയസ്സ് കഴിഞ്ഞവർക്ക്, 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ എന്ന് വെച്ചത് 50 വയസ്സ് കഴിഞ്ഞവർ മാത്രം ചെയ്യാൻ പാടുള്ളൊന്നുമില്ല. ചെറുപ്പക്കാർക്കും എല്ലാം ചെയ്യാം. പക്ഷെ അവർക്ക് കുറച്ചും കൂടി എക്സസൈസ് ചെയ്യാനൊക്കെ ബോഡി പെയിനും ശരീരവും മൊത്തത്തിൽ അവർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും, ചിലപ്പോൾ ഒരു ബേസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു പ്രത്യേക ഒരു പ്രൊസീജിയറൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇതൊന്നും വേണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് വേറെ ജോയിൻസുകളായിട്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നമുക്കുണ്ടാവുന്ന ചെറിയ ഇത് കുറച്ചാൾ ചെയ്തിട്ട് നമുക്ക് അടുത്ത പല സ്ട്രെച്ചുകളിലേക്ക് പോകാനും സാധിക്കും. ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഇതിനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാവരും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇതുപോലെ ടോപ്പിക്കുമായി ഞാൻ വരുന്നതായിരിക്കും. നമസ്തേ.